ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഴയ സ്പോട്ടിൽ തന്നെ വന്നിരിക്കുക. അപ്പുറത്ത് നമ്മളൊരു ചെമ്പല്ലി അടിച്ചെടുത്തത്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ മേടിച്ച് വെച്ചിരുന്ന കണ്ണാടിയാണ് കേട്ടോ. സൂപ്പർ സാധനം കേട്ടോ, അടിപൊളി ക്ലാരിറ്റിയാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചേ ഈ കണ്ണാടി. നമ്മുടെ ഇതിൻ്റെ ഫ്രണ്ട് ഈ കളറുണ്ടല്ലോ, ഈ കളറ് ഇത് ഉരഞ്ഞ് ചിലപ്പോൾ പോവും. അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോൾ ഈ അഴുക്ക് പറ്റുമ്പോൾ നമ്മൾ തുടയ്ക്കും, ഉരഞ്ഞ് അതങ്ങ് പോവും. അതുകൊണ്ടാണ് നമ്മൾ ഇത് പിന്നെ എടുക്കാതിരുന്നത്. എന്തായാലും ഇന്നൊന്ന് എടുത്തിട്ട് നോക്കി, സൂപ്പറാട്ടോ. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഡാർട്ട് ഹാൻഡ്മെയ്ഡാട്ടോ, ഹാൻഡ്മെയ്ഡ് ഡാർട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ. അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോവാം. രാവിലെ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് നമ്മളിങ്ങനെ അടുത്ത ഫിഷിങ്ങിലോട്ട് പോവുകയാണ്. പുതിയ ഹാൻഡ്മെയ്ഡ് ഡീപ്പാണ്, നേരത്തെ ഉപയോഗിച്ചല്ല, പുതിയതായിട്ട് പണിഞ്ഞ മറ്റേതിനൊക്കെ ഇച്ചിരി കൂടെ പവറുള്ള ഡീപ്പ് ഡാർട്ടാണ് ഞാൻ ഉപയോഗിച്ചത് കേട്ടോ. അത് ഒരെണ്ണേ ഉള്ളായിരുന്നു എൻ്റെ. അത് രാവിലത്തെ ഷൂട്ട് നല്ലൊരു മയിൽവാഹനായിരുന്നു, പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം പോയി. ഓക്കെ 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 പൊട്ടിപ്പോയ ശനെ. ബ്രൈഡ് വിട്ടു കൊടുത്തത് കുഴപ്പമായത്. അതുകൊണ്ട് ഇവിടെ കിടക്കുന്ന പാറയെ തട്ടിയതാണ് കുഴപ്പമായത്. അടുത്ത ഒരു ഷൂട്ടിലോട്ട് പോകാം. നമ്മൾ ആ സ്പോട്ടിൽ നിന്ന് പോരുന്ന കേട്ടോ. പിന്നെ അവിടെ ഞാൻ നിന്നില്ല, അവിടെ ചപ്പും ചവറൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ മീനെ കാണാൻ പറ്റിയില്ല. പിന്നെ കിടക്കുന്ന എല്ലാം കുഞ്ഞുങ്ങളാണ്. നമ്മൾ പഴയ ഒരു സ്പോട്ടിലോട്ട് വന്ന്, നമ്മൾ നേരത്തെ വന്ന സ്പോട്ടിലാണ്. ഇവിടാണ് നമ്മുടെ അടുത്ത എയിമിങ്. ആ കമ്പിൻ്റെ അവിടെ ഒരു വാഹ നിൽപ്പുണ്ട്. അത് ഇറങ്ങി വന്നെങ്കിലേ അടിക്കാൻ പറ്റൂ, ഇല്ലെങ്കിൽ ആ കമ്പിനിട്ടേ അടി കൊള്ളത്തുള്ളൂ. ഉണ്ട്, അത് ഇറങ്ങി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇങ്ങനെ അനങ്ങാതെ വരുന്നുണ്ട് കേട്ടോ, ഒന്ന് അടിച്ചു നോക്കട്ടെ. ഓക്കെ, ഞാൻ വിട്ടു കൊടുക്കാന്നേ, അതാ ഡ്രാഗൻ്റെ സൗണ്ട് കേൾക്കാൻ. ഞാൻ നേരത്തെ കണക്ക് കൈ മിസ്സായി പോയി കഴിഞ്ഞാൽ പോയി. അല്ലേ പിടിച്ച് ഞാൻ ഇപ്പോൾ പിടിച്ച് അഴിക്കാം. ഓർമ്മ കേട്ടോ. ഈ കിട്ടിയ 4 വാഹയും നമ്മൾ ഇതിൻ്റെ കീഴിൽ നിന്ന് അടിക്കുന്ന കേട്ടോ. ഇതിൻ്റെ കീഴിൽ നിന്നാണ് മൊത്തം അടിക്കുന്നത്. ഇപ്പോൾ നോക്കിക്കണം, ആ ഫ്രണ്ടിൽ വലിയൊരു ഇല കിടക്കുന്നതിൻ്റെ കീഴിൽ കണ്ടോ, ഒത്തിരി വാഹ വയ്ക്കുന്നുണ്ടോ. അതിൻ്റെ വലുതെല്ലാം അതിൻ്റെ കീഴിലോട്ട് കയറിപ്പോയി, ചെറുതെല്ലാം ഇഞ്ഞു വന്ന്. ചെറുതിപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ഒരെണ്ണം വരുന്നുണ്ടോ. അതിനെയൊന്നും അടിക്കാൻ നിൽക്കുന്നില്ല കേട്ടോ, അത് ഇച്ചിരി ഉള്ളതാണ്. വെള്ളത്തിൽ അങ്ങനെ കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നേ. ചാടി വെള്ളത്തിൽ പോവും. കൊള്ളാം കേട്ടോ. അതുപോലെ അടി കൊണ്ട പാടുണ്ടോ. കൈക്കടിച്ച്
അപ്പുറത്തെല്ലാം ഒന്ന് കറങ്ങാൻ പോയപ്പോൾ അവിടെ അങ്ങ് ഒന്നുമില്ല. വീണ്ടും നമുക്ക് 2 വാഹ കിട്ടിയ സ്പോട്ടിൽ തന്നെ വീണ്ടും വന്ന് നോക്കിക്കോണേ. ഒരു വാക്കല്ലാതെ ഒരു വാഹയ്ക്ക് അടി കൊണ്ട് കയറി വരുന്ന നോക്കിക്കോണേ. അടിപൊളി മലന്ന് വേളിയ. നേരത്തെ കിട്ടിയ സൈസ് കേട്ടോ. ഇളഞ്ഞു പോയി. ഒരെണ്ണം കിടക്കുന്ന ചെറുതാ. അതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന മാഹല്ലല്ലോ. വാഹ എന്നും പറഞ്ഞാൽ ചപ്പിൻ്റെ കീഴിലോട്ട് നോക്കിയതാ. ഇരുന്നാണ് ഞാൻ അടിക്കുന്നത് നോക്കിക്കോണേ. ഒരടി പറ്റിക്കുന്നത്. പക്ഷെ വാഹയല്ല, ഒരു ഇല കിടന്ന് അനങ്ങിയപ്പോൾ ഞാൻ വെച്ച് വാഹയായിരിക്കും. വാഹ എന്നും പറഞ്ഞ് അടിച്ചതാട്ടോ. അത് ഇലയായിരുന്നു. പെട്ടെന്നൊരു വാഹ സൗണ്ട് കേട്ടോണ്ട് ഓടി ഇറങ്ങി വന്നതാ. പക്ഷെ നമ്മൾ അടിക്കാൻ ഊങ്ങിയപ്പോഴേ അത് കയറിപ്പോയി. അത് പോന്നെ പോട്ടെ. നമുക്ക് അടുത്ത തോരണത്തിന് കിട്ടും. ഒന്നെങ്കിൽ അടിപൊളി ഒരെണ്ണം. അതിൻ്റെ കീഴിൽ നിന്ന് തന്നെ ഇറങ്ങി വരുന്നത് തന്നെ. ആ സൈസല്ല, അതിന് വേറൊരെണ്ണമായിരുന്നു. അപ്പോൾ നോക്കിയാണ് അതിനൊന്ന് പറ്റിക്കുന്നു നോക്കിയാണ്. അടിപൊളി. മസിൽ പിടിക്കുന്നു. പൊട്ടി വിടത്തില്ല മോനെ. നിന്നെ കയറ്റി വിടക്കം വിട്ട് നിർത്തി. ആദ്യം തടി കൊണ്ട് ഒരെണ്ണം കിടന്ന് ഉറങ്ങുന്നുണ്ടോ. ഭയങ്കര ഉറക്കം കേട്ടോ. അല്ല ഉണർത്തുന്നില്ല. ഉറങ്ങട്ടെ. അടിപൊളി. ഇണങ്ങിരി ഞാനിത് ഇനി എടുത്തോട്ടെ. ഇനിയും ഉണ്ട് നിനക്കൊക്കെ. ഇനിയും വരുന്നുണ്ട് ഇവിടെ. എന്തായാലും എപ്പോഴും തന്നെ വരട്ടെ. ഇയാൾക്ക് വാക്കല്ലാതെ അടിയുണ്ട് കേട്ടോ. ചോര വന്നു. എൻ്റെ മോട്ടറും എല്ലാം പൊട്ടാനില്ല. പള്ളിക്ക് അടിയാൻ തരുന്നുണ്ടോ. കിട്ടിയിരിക്കുന്നതെല്ലാം സെയിമാണ്. രണ്ടെണ്ണം വരുന്ന അതിൻ്റെ കീഴിലോട്ട് കയറും. 2 വരും, പിന്നെ അതിൻ്റെ കീഴിലോട്ട് കയറും. കൊണ്ടോടാ. കൊണ്ട് മോനെ. ഉടക്കരുത്. ഉടക്കിയാലെന്ന് ഞാൻ ഉടക്കിയില്ല മോനെ. ഓടുന്നു. ഇവിടുന്ന് തന്നെ നമുക്ക് വീണ്ടും പോകാം. അടിപൊളിയായിരുന്നു. കുഴപ്പമില്ല കേട്ടോ. നേരത്തെ കിട്ടിയ സൈസാ. ഇവിടെ തന്നെ ആദ്യം തോന്നുന്നു. നമുക്ക് ഒന്നും പൊക്കാൻ പറ്റത്തില്ല. പിന്നെ ഒന്നും ചെയ്തില്ല. വളർത്താൻ പോവാം. കുഴപ്പമില്ലല്ലേ. മീക്ക് ഇവിടെ കിടന്നു കഴിഞ്ഞാൽ മറ്റു മീനുകൾക്ക് ശല്യമാണ്.
അപ്പോൾ ഇന്നത്തെ വാഹയപ്പിടുത്തം ഇവിടെ നിർത്തുക. ഇവിടെ ഇനി ഒന്നിനെയും കാണുന്നില്ല, എല്ലാം പോയി. കിട്ടിയത് നമ്മൾ നേരെ വേറെ സ്പോട്ടിലോട്ട് പോവുക. നമ്മളിനി പോകുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിറയിലോട്ടാണ് കേട്ടോ. ചുറ്റുമേലെ ചെറിയ ഭാഗത്തോട്ടൊന്ന് പോയി അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. നേരത്തെയൊക്കെ പോയപ്പോൾ ഒന്നും കണ്ടില്ല. എന്തായാലും നോക്കട്ടെ, ഒന്ന് പോയി നോക്കാം. എന്നിട്ട് നമുക്ക് ആ സ്പോട്ടിൽ ചെന്നിട്ട് കാണാം കേട്ടോ. അവിടുത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ അന്നേരം ഒന്ന് കാണാം. ചുറ്റുമല ചിറയിലെ തോട്ടിലെ അവസ്ഥ ഉണ്ടോ? തോട്ടിലെല്ലാം സൈഡിലത്തെ പാലത്തിൻ്റെ വലത്തെ സൈഡിൽ ചിറയിലോട്ടുള്ള വഴി അത് കേട്ടോ. വഴിയല്ല, വെള്ളം കയറി കിടക്കുന്ന മേളി വരെ കയറും. അവിടുത്തെ അവസ്ഥ കണ്ടോ. ഇവിടുന്ന് ഒരു ലോങ് ഷൂട്ട് കരിമീനെ കിട്ടുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ഷൂട്ട് എന്തായാലും നമ്മളെ കളിപ്പിച്ചവൻ. സെക്കൻഡിലാണ് നമ്മളതിനെ പൊക്കുന്നത്. എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇവിടെ ഇന്ന് ഞാൻ കണ്ട് കരിമീൻ കിടക്കുന്നത്. അതുകൊണ്ട് അത്രയ്ക്കും വെള്ളം പറ്റി തറ വരെ കാണാം. വെളുത്ത് കാണുന്നുണ്ടോ? തറ വരെ കാണാം. എന്തായാലും കരിമീൻ ഷൂട്ടിലോട്ടൊന്ന് നമുക്കൊന്ന് അടുത്തോട്ടൊന്ന് പോവാം. നമ്മൾ 6mm പച്ച റബ്ബർ ഉപയോഗിക്കുന്നത് കേട്ടോ. ഹാൻഡ് മെയ്ഡ് ആർട്ട്. കണ്ടോ കരിമീൻ ഓടിപ്പോകുന്നുണ്ടോ? ഹാൻഡ് മെയ്ഡ് ആർട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അടുത്ത ഷൂട്ടിലോട്ട് പോകാം. എന്നാലും ഈ ഷൂട്ടിൽ എന്തായാലും കിട്ടും. ഞാൻ അറിഞ്ഞില്ല, ഞാൻ വെച്ച് കിട്ടിയില്ലെന്നും പറഞ്ഞ് പിടിച്ചതാ. ബ്രൈഡ് പിടിച്ച് വലിച്ചപ്പോഴാണ് കണ്ടത്. അടിപൊളി ഒരു കരിമീൻ. ഓടിച്ചെന്ന് വെള്ളക്കത്തെല്ലാം കൂടെ കൊടുത്തു. കൈക്കുള്ളതാണ്. അടിപൊളി അടിപൊളി പറഞ്ഞു. ഉടക്കിഞ്ഞ് പുറത്തിരുന്നേ കേട്ടോ. കുരുങ്ങിയില്ല കേട്ടോ. എന്നാലും നമ്മൾ പിടിച്ച മീനെയൊക്കെ ഒന്ന് കാണണ്ടേ, ഒന്ന് കണ്ടിട്ട് വരാം. കഴിഞ്ഞ വീഡിയോയിൽ വലിയ വക പിടിക്കുന്നതൊന്നും നല്ലതായിട്ട് കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് വേറൊന്നുമല്ല, നമ്മുടെ ക്യാമറ ഹോൾഡർ അത് കംപ്ലൈൻ്റ് ആയിരുന്നു. എന്തായാലും നമ്മൾ പുതിയ ഒരെണ്ണം വീട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്ത് സെറ്റ് ചെയ്ത്. അപ്പോൾ ഈ മീനെയൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ.